السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد عظم في علم الله صلاة دائما بدوام الكلة. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നലെ മിനിഞ്ഞാന്നും ഇറ്റൂരിടെ വരാൻ സാധിച്ചിട്ടില്ല. ഇവിടെ നമ്മുടെ മഹലിൽ ജലാല റാത്തിയുമായി ഇവിടെ പരിപാടി ഉള്ളത് കൊണ്ട്, വഅദ് പരിപാടി ഉള്ളത് കൊണ്ട് വരാൻ പറ്റിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും കേൾക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്, നാം എല്ലാം മനസ്സിലാക്കേണ്ടതുമായ കാര്യം, ലോകത്ത് ജീവിക്കുന്ന മുഅ്മിനീകളാകുന്ന ആളുകൾ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ, പള്ളികൾ, ഇത് മൂന്നുമായിട്ടുള്ള ബന്ധം. നാം പലപ്പോഴും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ആളുകളാണ് എന്ന് പറയുന്നു. പേരുകളൊക്കെ നോക്കിയാൽ അബൂബക്കർ, മുഹമ്മദ്, ഉസ്മാൻ, അലി തുടങ്ങിയ നല്ല നല്ല പേരുകളുണ്ട്. പേരുകളുണ്ട് എങ്കിലും ആ പേരുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് നമുക്കറിയണം. അവസാന കാലഘട്ടം വരും. അവസാന കാലഘട്ടം വരുമ്പോൾ പേരുകളൊക്കെ ഉണ്ടാകും. പക്ഷേ പേരുകൾ കൊണ്ടവർ എന്ത് ചെയ്യുന്നു, നമുക്കതിനെ സംബന്ധിച്ച് എന്ത് പറയുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് കാണാം. യൂശികു അൻ യഅതി അലന്നാസി സമാനുൻ ഇസ്ലാമിൽ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആൻ ഇല്ലാ റസ്മുഹു മസാജിദു ആമിറത്തുൻ യഖറാമിൽ ഹുദാ. ഒരു കാലഘട്ടം വരും. യൂശികു അൻ യഅതി അലന്നാസി സമാനുൻ, നമുക്കൊരു കാലഘട്ടം വരും. ആ കാലഘട്ടമൊന്നും വളരെ വിദൂരത്തുള്ളതൊന്നുമല്ല. നമുക്കൊരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടം വന്നു കഴിഞ്ഞാൽ, ജനങ്ങൾക്കൊരു കാലഘട്ടം വരുമ്പോൾ, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു, അവിടെ പേരുകൾ, ആ കാലഘട്ടം ഇപ്പോൾ നമ്മൾ കടത്തിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ അവിടെ പേരൊക്കെ എന്താണ്? ലാ യബ്ഖാ മിനൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്നവർക്ക് അവരുടെ പേരുകളിൽ നിന്നല്ലാതെ ഇസ്ലാമായിട്ടൊരു ബന്ധമുണ്ടാവുകയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം വരും. സുഹൃത്ത് പറഞ്ഞതാണ്. പേരൊക്കെ റെഡിയാണ്, മുഹമ്മദാണ്, അബൂബക്കറാണ്, ഉസ്മാനാണൊക്കെ പറയും. പക്ഷേ ഇസ്ലാമുമായിട്ടുള്ളൊരു ബന്ധം, ലാ യബ്ഖാ മിനൽ ഇസ്ലാം, പേരുകൾ ഇല്ല ഇസ്മുഹു, അവൻ്റെ പേരുകളൊന്നല്ലാതെ വേറൊന്നും ഉണ്ടാവുകയില്ല, ഇസ്ലാമിൽ കാണാൻ കഴിയുന്നില്ല. വലാ യബ്ഖാ മിനൽ ഖുർആൻ ഇല്ലാ റസ്മുഹു, വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ്റെ പതിപ്പ് എങ്ങനെയുണ്ടോ അതിൻ്റെ ലിപി അങ്ങനെ തന്നെ ഉണ്ടാകുന്നു. ഓതാൻ ആളുകൾ വരാത്ത കാലഘട്ടം വരും. ഖുർആനൊക്കെ ഗൾഫിലൊക്കെ വരുമ്പോൾ ഓരോ പള്ളിയിലേക്ക് സ്പോൺസറാണ് ഖുർആനുകൾ. മുസ്ഹാഫുകൾ എത്രയാ കൊടുക്കുന്ന പള്ളിയിലേക്ക് ഓതാൻ. ആരപ്പോൾ ഓതുന്ന ആളുകൾ കുറവായി വരുന്നുണ്ട്. അപ്പോൾ ഖുർആൻ്റെ ലിപികൾ മാത്രം ഓതാൻ ആളില്ലാത്ത കാലഘട്ടം വന്നാൽ ഖിയാമത്ത് അടയാളമല്ലേ? കാലഘട്ടം വരാനിരിക്കുന്നുണ്ട്. അവർ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എത്ര പേര് ഖുർആൻ ഓതുന്നുണ്ട്? അപ്പോൾ ഖുർആൻ്റെ ലിപികളല്ലാത്ത, ബാക്കിയാകാത്ത, വേറെ എല്ലാം ഇല്ലാത്തൊരു കാലഘട്ടം ഓതാത്ത ആളുകൾ വരും. അതാവൻ ഖുർആൻ ബാക്കിയാവില്ല എന്ന് പറഞ്ഞാൽ ഖുർആൻ ലിപികളല്ലാത്ത ബാക്കിയാവാത്ത കാലം. അതുപോലെ ലാ യബ്ഖാ മിനൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ പേരല്ലാതെ വേറൊന്നും ഉണ്ടാകൂല. ലാ യബ്ഖാ മിനൽ ഇസ്ലാം, ഇസ്ലാം എന്നതിൻ്റെ പേര് മാത്രം വേറൊന്നും എൻ്റെ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ കാലഘട്ടം വരും. അതുപോലെ തന്നെ മസാജിദും ആമിറത്തുൻ യഖറാമിൽ ഹുദാ, പള്ളികളൊക്കെ ഓരോ നാടുകളിലും മത്സര പരിപാടികളാണ്. മത്സരമാണ് പള്ളി എന്നൊക്കെ പറഞ്ഞാൽ. ഇവിടെ വലുത്, ഇവിടെ ഒരു കോടിൻ്റെ പള്ളിയാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ വിടില്ല, നമുക്ക് 2 കോടിൻ്റെ ആവണം. കാരണം പേരാണല്ലോ, പ്രശസ്തിയും പേരൊക്കെയാണല്ലോ വേണ്ടത്. പഴയ കാലത്തുണ്ടാകുന്ന ആ ഖുശൂവും ആ ഭയഭക്തിയും ഇന്ന് പുതുതായി വരുന്ന പള്ളിയിൽ എവിടെയും കാണാൻ വളരെ കുറവാണ്, വളരെ അപൂർവമാണ്. അപ്പോൾ പള്ളികൾ ധാരാളം ഇങ്ങനെ വരും. പക്ഷേ ആ പള്ളി നിസ്കരിക്കാൻ ആളുകളില്ലാത്ത കാലഘട്ടം വരും. പള്ളികൾ പെരുത്ത് നല്ല അലങ്കരിച്ച് നല്ല മോടി കുടിപ്പിച്ചിട്ട് എങ്ങനത്തെ പള്ളിയാ. അപ്പോൾ നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ പള്ളി, ഞങ്ങളുടെ നാട്ടിൽ വലിയ പള്ളി, 5 കോടിൻ്റെ പള്ളി, 10 കോടിൻ്റെ പള്ളി ഒക്കെ പറയും. പക്ഷേ പള്ളികൾ അല്ലാതെ മസാജിദുഹും യഖറാമിൽ ഹുദാ, അവിടെ ഭയഭക്തിയോ നിസ്കാരമോ ഒന്നുമില്ലാത്ത, ആളുകളില്ലാത്ത പള്ളികളിങ്ങനെ കൂടിക്കൂടിയ കാലഘട്ടം വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ, ആ കാലഘട്ടമൊന്നും വളരെ ദൂരത്തൊന്നും ഇല്ല, അടുത്ത് വന്നിരിക്കും.
ജനങ്ങൾക്ക് ഒരു കാലഘട്ടം വരുമെന്ന് പറഞ്ഞില്ലേ, അത് വിദൂരത്തൊന്നുമല്ല, അടുത്ത് തന്നെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനീകളെ, പള്ളികൾ അലങ്കരിച്ചു കൊണ്ടിരിക്കും, നിസ്കരിക്കാൻ ഭയഭക്തിയുള്ള ആളുകളൊന്നുമില്ലാത്ത കാലഘട്ടം വരും. പേരുകൾ, ഇസ്ലാമിൻ്റെ പേരുകൾ മാത്രം, ഇസ്ലാമിൽ അവരുടെ പേരുകൾ മാത്രം ബാക്കിയാക്കുന്ന കാലഘട്ടം വരുന്നു. നിസ്കരിക്കുന്നില്ല, നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല, അല്ലാഹുമായി പറഞ്ഞ കാലഘട്ടം വരുന്നുണ്ട്. അതുകൊണ്ട് പള്ളികൾ അലങ്കരിക്കലും അതുപോലെ പേരുകൾ മാത്രം, വിശുദ്ധ ഖുർആൻ ഓതാത്തതിൻ്റെ ലിപികൾ മാത്രം ബാക്കിയാകുന്ന കാലഘട്ടം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അല്ലാഹു നമ്മളെ ഖുർആൻ ഓതാനും നല്ലത് പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് മാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ ഇസ്ലാമിൻ്റെ പേരല്ലാത്ത വേറൊന്നും ഇല്ലായിരിക്കുക എന്നുള്ളത്, ലായിബുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ പേരല്ലാതെ വേറെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പേര് മാത്രം, വേറൊന്നും നിസ്കാരം മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത് ഞാൻ പറയാൻ കാരണം, ചില ആളുകൾ ഇപ്പോൾ പള്ളി കെട്ടാൻ വേണ്ടിയും മറ്റൊക്കെ മോടി പിടിപ്പിക്കാൻ വേണ്ടിയൊക്കെ വരുന്ന സമയവും മാസവുമാണിപ്പോൾ. അപ്പോൾ എനിക്ക് 10 കോടിൻ്റെ വേണം, 5 കോടിൻ്റെ പള്ളിയൊക്കെ മത്സരം നടത്തുകയാണ്. പക്ഷേ അവിടെ പള്ളി നിസ്കരിക്കാൻ വരുന്നുണ്ടോ, ആളുകൾ വരുന്നുണ്ടോ, അതൊന്നും നോട്ടമില്ല. പള്ളികൾ കിട്ടണം, ഭക്തി വേണം. പള്ളിയിലൊക്കെ കയറുമ്പോൾ ഒരു ഖുശൂ ഉണ്ടാകുന്ന പള്ളി വളരെ കുറവാണ്. പഴയ പള്ളിയിലൊക്കെ കയറിയൊക്കെ പഴയ ഓടിട്ട് ആ പൊന്നാണി പള്ളി പോലത്തെ, ഇപ്പോൾ നമ്മളെ ഈ നാട്ടിലെടുത്ത് അവിടെ ഒരു പള്ളിയുണ്ട്, ഉറുവാപ്പത് ഇങ്ങോട്ടൊരു പള്ളിയുണ്ട്. ആ പള്ളിയൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു ഖുശൂ കണ്ട് വരികയാണ്. എന്താ കാരണം, പഴയ കാലത്തുള്ള പള്ളികൾക്ക് നല്ലൊരു ആ ഭയഭക്തിയൊക്കെ ഉണ്ടാകാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്ന പള്ളിയിൽ വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഉള്ളവർക്കുണ്ടാവും ആവശ്യം, അല്ലാതെ എല്ലാവർക്കും വരുന്നവർക്ക് നല്ല AC ഉള്ളിൽ കൂടി ഇരിക്കുക, കിടന്നുറങ്ങാൻ പോവാൻ, നല്ല രസമുണ്ട്, ഇവിടെ ചൂടെടുക്കുകയാണ്, പള്ളിക്ക് പോവാ, അവിടെ കുറച്ച് ഉറങ്ങാൻ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അപ്പോൾ ചില ആളുകൾ വരിക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മളെ അവസാന കാലഘട്ടം വരുമ്പോൾ ശ്രദ്ധിക്കണം. ജനങ്ങൾക്കൊരു അവസാനത്തെ കാലഘട്ടം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അന്ന് ഇസ്ലാമിൻ്റെ പേരുകൾ മാത്രം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഓതാത്ത, അതിൻ്റെ ലിപികൾ മാത്രം ഉണ്ടാകുന്ന കാലഘട്ടവും. അതുപോലെ പള്ളികളൊക്കെ എല്ലാ സ്ഥലത്തും അലങ്കരിച്ചിട്ട് 1, 2, 4 പള്ളിയൊക്കെ കെട്ടാണ് അതുണ്ടാകുന്ന കാലഘട്ടം വരുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന ഭക്തിയില്ലാതെ, നിസ്കരിക്കാത്ത, ഖുർആൻ ഓതാൻ കഴിയാത്ത, അതുപോലെ തന്നെ പേരുകൾ കൊണ്ട് മാത്രം നിസ്കരിക്കാനും അതുപോലത്തെ നല്ല കാര്യം ചെയ്യാത്ത, ഇസ്ലാമിൻ്റെ പേര് മാത്രം വെക്കുന്ന കാലഘട്ടം വരും എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാലഘട്ടം വരാറുണ്ട്, അത് ദൂരത്തൊന്നുമില്ലല്ലോ. ഇശുക്കു അയ്യത്തിയന്നാസമാൻ എന്ന് പറഞ്ഞ അങ്ങനെയാണല്ലോ, ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരുന്നുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇരുളിൽ കാണുന്ന ഒരുപാട് മുഅ്മിനാത്തുകൾ നല്ലത് പറയുന്നത് കേൾക്കാനും, നല്ലതിനു വേണ്ടി നിങ്ങൾ പഠിക്കാനും, നല്ലത് പറയുമ്പോൾ മനസ്സിലാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ലത് എപ്പോഴും പറയുമ്പോൾ കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കുകയും വേണം. അതാണ് ദീന്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ദീനിന് ഇവിടെ നിൽക്കുന്ന ഇസ്ലാമിൻ്റെ നടും തൂണ് തന്നെ ദീന്. അറിവില്ലാത്ത ഒരു കാര്യവും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് പള്ളികളൊക്കെ വേണ്ട എന്നല്ല, പള്ളികൾ അലങ്കരിച്ചു കൊണ്ടിരിക്കലൊക്കെ നല്ലതാണ്. പക്ഷെ അങ്ങനത്തെ കാലഘട്ടം അലങ്കരിക്കൽ മാത്രമായി പോകരുത്, മോടി പിടിപ്പിക്കൽ മാത്രമായി പോകരുത്. നമ്മളവിടെ നിസ്കരിക്കാനും നല്ല ഭക്തിയോടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി അങ്ങോട്ട് നല്ലതൊക്കെ പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആയിരിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.